നമുക്കിന്ന് മൈദാമാവ് വെച്ച് അട ഉണ്ടാക്കാം. മുമ്പ് ഞാൻ ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ടൊന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറച്ച് സ്വല്പം ഉപ്പ്, ഇപ്പം മധുരം ഇടണേ. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതൊന്ന് യോജിപ്പിക്കാം. കട്ടയില്ലാതെ യോജിപ്പിക്കണേ. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യണം. ഇതുപോലെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാതെ. നമ്മൾ ഇല ഇല്ലെങ്കിലും ഇലയുടെ ഉണ്ടാക്കണ്ടേ? പ്രവാസത്തിലൊക്കെ ഇരിക്കുന്ന എല്ലാവർക്കും എപ്പോഴും ഇലയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നാട്ടിൽ നിന്ന് വരുന്ന ആ ഒരു ടൈമിലൊക്കെ കുറച്ച് ഇലയൊക്കെ കൊണ്ടുവരും. അത് കഴിയുമ്പോൾ നമ്മൾ ഇല ഇല്ലാതൊക്കെയാണ് ഇലയുടെ ഉണ്ടാക്കുന്നത്. കുറച്ച് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രമേ ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് ആ മാവ് കിട്ടത്തുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചാലും മതി. മിക്സിയിലിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കറക്കി കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സായിട്ട് വരും. ഞാൻ ഇനിയിപ്പോൾ മിക്സി ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ സ്ഥിരം ഇങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ച് വരുമ്പോഴത്തേക്ക് എല്ലാ മാവെല്ലാം നന്നായിട്ട് പിടിക്കാം. കണ്ടോ? കട്ടയില്ലാതെ എല്ലാം നല്ല അടിപൊളി സ്ട്രക്ചറിലായിട്ടുണ്ട്. എന്താ നല്ലൊരു ബാറ്റർ നമ്മൾ റെഡിയാക്കിയപ്പോൾ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ ഒരുങ്ങാമേ. അടയ്ക്കകത്ത് വെക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. കുറച്ച് തേങ്ങ വേണം. എല്ലാം ഈ ഫ്രീസറിൽ ഇരിക്കുന്നത് കൊണ്ട് എല്ലാം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് കുറച്ച് തേങ്ങ. ശർക്കര പൊടിയായിട്ട് ഞാൻ വാങ്ങി വെച്ചിരിക്കുന്നതാണ്. ശർക്കര പൊടിയുണ്ട്. കുറച്ച് ജീരകം, കുറച്ച് ഏലക്കയുണ്ട്. ഞാനൊന്ന് ക്രഷ് ചെയ്ത് ഇതിനകത്തോട്ട് ചേർക്കാം. കുറച്ച് ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അട ഉണ്ടാക്കാനുള്ള ബാറ്ററും റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് വെക്കാനുള്ള തേങ്ങാക്കൂട്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ലൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ഒരുപാട് കുക്കാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് മടക്കി വെക്കുക. വെക്കുമ്പോൾ അതിൻ്റെ വാഭാഗമൊക്കെ ഒന്ന് മൂടിയിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ബാറ്റർ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അത് ഓപ്പൺ ആവാതെ ഇരിക്കും. കുറച്ചുകൂടി നേരത്തെ എടുക്കേണ്ടതായിരുന്നു, മടക്കേണ്ടതായിരുന്നു. അപ്പോൾ അത് അടന്ന് തന്നെ ഇരുന്നേ. നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. എന്നെങ്കിലേ നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് അതിന് കുറച്ച് നെയ്യും കൂടെ അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. നെയ്യില്ലെങ്കിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയായാലും മതി. ചെറിയ തവി ആയതുകൊണ്ട് ഒരു 1.5 തവിയെങ്കിലും ഒഴിച്ചു കൊടുക്കണം. എന്നെങ്കിലേ അത് നന്നായിട്ട് ആറത്തുള്ളൂ. അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് പോകും. ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുമ്പ് ഉണ്ടാക്കിയതുപോലെ നമുക്ക് ഒന്നുകൂടി മാവ് അതിൻ്റെ അറ്റത്തൊന്നും വെച്ച് കൊടുക്കണം. നമുക്ക് ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നമുക്ക് അത് വെച്ച് തന്നെ മടക്കിയെടുക്കാം. മടക്കിയെടുക്കുമ്പോൾ അത് തന്നെ പശ പോലെ ഒട്ടിക്കോളും. ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും.
എല്ലാവർക്കും ഇഷ്ടം, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുമെന്ന് പറയുമ്പോഴേ പറയാം എനിക്കും കൂടി ഉണ്ടാക്കണേ എന്ന് പറഞ്ഞ് ഓർഡർ തരും. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയിലൊന്നും അട ഉണ്ടാക്കിയാൽ തികയില്ല. അതുകൊണ്ട് ഞാൻ അട ഉണ്ടാക്കുന്ന ദിവസം വലിയൊരു ക്വാണ്ടിറ്റി തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ അടയും ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് നിങ്ങളെ ഒന്നിച്ച് കാണിക്കാം. ഓക്കെ, ഇപ്പോഴും നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഒത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ടായി, പക്ഷേ രണ്ടാമതും മൂന്നാമതും ഒക്കെ ആയപ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് അട ഉണ്ടാക്കി തീരുവാണ്. ഇനി ഇലയില്ലാതെ അട എങ്ങനെ ഉണ്ടാക്കാം? മിക്കവരും ഉണ്ടാക്കുന്നതായിരിക്കാം സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ, ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ പല അമ്മമാരും ഇത് ഉണ്ടാക്കുമായിരിക്കും. പക്ഷേ ഞാനിത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇനിയുണ്ട്, തീർന്നിട്ടില്ല. ബാക്കി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് കഴിക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കി കിട്ടാം. നമ്മളുടെ ഇഡ്ഡലി തട്ടിനകത്ത് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തൊരു ഇഡ്ഡലി തട്ടിടുക. ഇത് വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കാനുള്ളത്. അപ്പം ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ട് നമ്മളൊരു 2 മിനിറ്റ് വെട്ടി തിളയ്ക്കുമ്പോൾ നല്ല രീതിക്ക് സ്റ്റീം വരുമ്പോൾ 2 മിനിറ്റ് ആവി കയറ്റുക. ആവി കയറി കഴിയുമ്പോൾ ഇത് അടച്ച് വെക്കുക. അടച്ചു വെച്ച് നമ്മൾ എപ്പോഴും എടുക്കണ്ട, പിന്നെ കഴിക്കുന്ന ടൈം എപ്പോഴാണോ അപ്പോഴെടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ചെറു ചൂടോട് ഇരിക്കും. അപ്പോൾ ഓക്കെ അല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. സൂപ്പർ ടേസ്റ്റിയാണ്, സൂപ്പർ ആൻഡ് സോഫ്റ്റ്.